എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുകയാണ്. ബിഗ് ബോസ് ഹൗസിൽ വമ്പൻ ടെസ്റ്റ് നടക്കുകയാണ് കൂട്ടുകാരെ. മിഡ് വീക്ക് എവിഷനെ പറ്റിയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിഡ് വീക്കിലെ രണ്ടാമത്തെ ഗെയിം അവസാനിച്ച് കഴിയുമ്പോൾ വമ്പൻ അടിയാണ് ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. പഴയ സഹായികളെയൊക്കെ മാറ്റി പുതിയ ആൾക്കാരെയൊക്കെ എടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് എല്ലാവരെയും ലൈവ് റൂമിലേക്ക് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരായിട്ടായി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ മുന്നേ സഹായിച്ചിരുന്ന ആളുകളെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന്. അങ്ങനെ ഉണ്ണിയലിനോട് ചോദിക്കുന്നുണ്ട്, തൻ്റെ സഹായികളെ മാറ്റാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഉള്ളിൽ ചാടി എഴുന്നേറ്റ് പറയുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് താല്പര്യമില്ല മാറ്റാൻ എന്നുള്ളത്. അടുത്തതായിട്ട് പിന്നെ അനീഷിനോട് ചോദിക്കുന്നുണ്ട്. അനീഷ് പറയുന്നത് അനുവും ശരത്തും ഒരു സഹായവും എനിക്ക് ചെയ്തു തന്നിട്ടില്ല എന്നാണ്. അനീഷ് ഇത് പറഞ്ഞു കഴിഞ്ഞതും അനുവും ശരത്തും ചാടി എഴുന്നേറ്റ് അനീഷിന് നേരെ തട്ടിക്കയറുന്നുണ്ട്. അനു പറയുന്നുണ്ട്, എൻ്റെ കൈയും കാലും മുറിഞ്ഞിട്ട് പോലും ഞാൻ ഇയാളുടെ കൂടെ സഹായത്തിൽ നിന്ന് വന്നിട്ട് ഇയാൾ അത് കേട്ട് ആ ശരത്തും മറുപടി പറയുന്നുണ്ട്, ഇനി ജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശരത്തും തട്ടിക്കയറുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് അവിടെ കൂടിയിരുന്ന എല്ലാവരും കൂടെ അനീഷിനെ നോക്കി കൂക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശാരികയോട് ചോദിച്ചു, പക്ഷെ ശാരികയെ അനുകൂല മറുപടിയൊന്നുമല്ല പറഞ്ഞത്. താല്പര്യമില്ലാത്ത ഒരെയാണ് സഹായികളെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ. അനീഷാണ് അവിടെ ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം അനീഷാണ് എല്ലാത്തിനും മുന്നേ നിന്ന് കലുകുല കലുകുല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പ്രൊവോക്ക് ചെയ്തത് അനീഷാണ്. എന്തായാലും അനു ചെറുത് മാക്സിമം എഫക്റ്റ് എടുത്ത് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അനീഷ് അത് വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് പെരുമാറുന്നത്. ഇത് അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാൻ ആയിരിക്കാം. ഇവിടെ ഭയങ്കരമായിട്ട് വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റിൽ ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ ശാന്തരാവൂ, ശാന്തരായിരിക്കും, നമുക്ക് നറുക്കിട്ട് വീണ്ടും എടുക്കാം, വേറെ സഹായികളെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ശാന്തരാക്കിയിരിക്കുകയാണ് അവരെ എല്ലാവരെയും. എന്തായാലും അനീഷ് അവിടെ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അനീഷ് എല്ലാവരുടെയും പുറകിൽ നടന്ന് ഓരോന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിലുള്ള ആർക്കും അനീഷിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അനീഷിനോട് എല്ലാവർക്കും കുറവാണ്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അനീഷിനെ പുറത്താക്കണമെന്ന് താല്പര്യമുണ്ട്. ബിഗ് ബോസ് 3 പേർക്ക് കഥ പറയാനുള്ള ഒരു ഒരു ഗെയിം കൊടുത്തിട്ടുണ്ട്. 3 പേരെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവർക്ക് 3 പേർക്കും കൂടെയാണ് ഗെയിം പറയേണ്ടത്. ഇനി ആ ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്ത എൻ്റെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യുക. പുതിയ ബിഗ് ബോസ് ന്യൂസുകളുമായി ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും താങ്ക് യു.